Dear students, in this video, we will discuss second year computer science and computer application. And the subject is 8th chapter, database management system. And the first part. Okay, once again, welcome to my channel. I am Santosh. Channel subscribe cheyga kude bell icon kude press cheyga. Okay, thank you. Then watch the video. Ini endana database management system introduction just namukku discuss cheyam. The information is obtained to the processing of data. നമുക്കറിയാം ഇൻഫോർമേഷൻ നമുക്ക് ലഭ്യമാകുന്നത് ഡാറ്റയുടെ മുകളിലുള്ള പ്രോസസ്സിംഗിലൂടെയാണ്. ഹെൻസ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഈസ് ടു ബി കളക്റ്റഡ്, സ്റ്റോർഡ് ആൻഡ് പ്രോസസ്ഡ് ടു ജനറേറ്റ് ഇൻഫോർമേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ധാരാളം ഡാറ്റ കളക്ട് ചെയ്യുകയും വേണം, സ്റ്റോർ ചെയ്യുകയും വേണം, അതിനെ നമ്മൾ പ്രോസസ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഇൻഫോർമേഷൻസ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, എവറി ഓർഗനൈസേഷൻ ലൈക്ക് സ്കൂൾസ്, ബാങ്ക്സ് ആൻഡ് ബിസിനസ് എക്സെട്ര ആർ ഇൻ നീഡ് ഓഫ് ഇൻഫോർമേഷൻ. ഓക്കെ, ഡാറ്റയുടെ മുകളിൽ നിന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻ നമുക്ക് ഒട്ടുമിക്ക എല്ലാ ഓർഗനൈസേഷനും ആവശ്യമാണ്. ഓക്കെ, ഫോർ ദിസ് വി മസ്റ്റ് നീഡ് എഫക്റ്റീവ് ഓപ്പറേഷൻസ് ഓൺ ദിസ് ഡാറ്റ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്തരം ഡാറ്റയുടെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, എഫക്റ്റീവ് ഓപ്പറേഷൻസ് ആവശ്യമാണ്. ഓക്കെ, അതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ. അതായത് ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കഴിഞ്ഞാലും ആ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് അവൈലബിൾ ആവണം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഓർഗനൈസേഷന് മുകളിലുള്ള ഇൻഫോർമേഷൻ അവൈലബിൾ ആകണമെങ്കിൽ ആ ഓർഗനൈസേഷൻ ബേസിൽ കിടക്കുന്ന ഡാറ്റയുടെ മുകളിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത്തരം ഓർഗനൈസേഷൻ നല്ല രീതിയിൽ റൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഡാറ്റ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിലെ ഫസ്റ്റ് ടോപ്പിക് ഡാറ്റാബേസ് ആണ്. എന്താണ് ഡാറ്റാബേസ്? ഇറ്റ്സ് an organized collection of interrelated data of an organization. ഒരു ഓർഗനൈസേഷനെ ബേസ് ചെയ്ത് കിടക്കുന്ന ഇന്റർ റിലേറ്റഡ് ആയി കിടക്കുന്ന കളക്ഷൻ ഓഫ് ഡാറ്റയെ പറയുന്ന പേരാണ് ഡാറ്റാബേസ്. ഓക്കെ, ഏതൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും, ഫോർ എക്സാമ്പിൾ സ്കൂൾ, ബാങ്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഡാറ്റകൾ നമുക്ക് സൂക്ഷിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഡാറ്റ കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ഏരിയയാണ്, ഒരു ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റയാണെന്ത്, ഡാറ്റാബേസ്. ഓക്കെ, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഡാറ്റയുടെ ഓർഗനൈസ് ചെയ്ത കളക്ഷൻ നമുക്ക് പറയുന്നത് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദി DBMS. എന്താണ് DBMS? DBMSന്റെ ഫുൾ ഫോം നമുക്കറിയാം, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, ഇറ്റ് ഈസ് സോഫ്റ്റ്വെയർ പാക്കേജ്. ഇതൊരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണ്. എന്തിനു വേണ്ടി? ടു മാനേജ് ദി ഡാറ്റ ഇൻ എ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസിൽ കിടക്കുന്ന ഡാറ്റയെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണത് DBMS, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ DBMSന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാകാം? ആഡിങ് ഡാറ്റ എന്ന് വെച്ചാൽ പുതിയൊരു ഡാറ്റാബേസിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. ദാറ്റ്സ് കോൾഡ് ആഡിങ് ഡാറ്റ. നെക്സ്റ്റ് ഡിലീറ്റിംഗ് ഡാറ്റ. ആൾറെഡി ഉള്ള ഡാറ്റ നമുക്ക് ചിലപ്പം റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്യണം, അതായത് ഡിലീറ്റിംഗ് ഡാറ്റ. ഓക്കെ, നെക്സ്റ്റ് അപ്ഡേറ്റിംഗ് ഡാറ്റ. ആൾറെഡി ഉള്ള ഡാറ്റയുടെ മുകളിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും, പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും വേണം അപ്ഡേറ്റ് ഡാറ്റ എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഓക്കെ, സെയിം ആസ് എഡിറ്റിംഗ് ഡാറ്റ. ആൾറെഡി ഉള്ള ഡാറ്റയുടെ മുകളിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എഡിറ്റിംഗ് ഡാറ്റ എന്ന ഓപ്പറേഷൻ നമുക്ക് തീർച്ചയായിട്ടും DBMSനകത്ത് ആവശ്യമായി വരും. നെക്സ്റ്റ് റിപ്പോർട്ടിംഗ് ഡാറ്റ. ഓക്കെ, ഡാറ്റയുടെ റിപ്പോർട്ട്സ്
നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും എന്ത് വേണം, റിപ്പോർട്ടിംഗ് ഡാറ്റ എന്ന ആക്ടിവിറ്റി ഇതിനകത്ത് വേണം, DBMസിനകത്ത് വേണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ സ്കൂളുകൾ അല്ലെങ്കിൽ ബാങ്കുകൾ അവിടെയൊക്കെ എന്തുണ്ട്, ഇത്തരം ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്, നീഡ് ഓഫ് ഡാറ്റാബേസ്. എന്താണ് ഡാറ്റാബേസിന്റെ നീഡ്? ദി DBMS is to provide a platform for both convenient and effective use of data in a database. ഡാറ്റാബേസിൽ കിടക്കുന്ന ഡാറ്റയെ വളരെ എഫക്റ്റീവായിട്ട് അതുപോലെ സൗകര്യപ്രദമായി നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും, യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ. അത്ര നല്ല രീതിയിൽ ഡാറ്റയെ മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് DBMS. ഓക്കെ. അപ്പൊ ഡാറ്റയെ എഫക്റ്റീവായി സ്റ്റോർ ചെയ്യണം, ഡാറ്റയെ കൺവീനിയന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം, എഫക്റ്റീവായിട്ട് റീട്രൈവ് ചെയ്യണം, മാനേജ് ചെയ്യണം. ഓക്കെ. അത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് DBMS. ഓക്കെ. അതാണ് അതിന്റെ നീഡ് പറയുന്നത്. ഓക്കെ. ദ നെക്സ്റ്റ് ടോപ്പിക്, ടൈപ്പ് ഓഫ് ഡാറ്റ മാനേജ്മെന്റ്സ് ആണ്. ഡാറ്റയെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യും എന്നാണ് അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ, ഡാറ്റയെ മാനേജ് ചെയ്യാൻ നമുക്ക് രണ്ട് രീതി യൂസ് ചെയ്യുന്നു. ഒന്ന് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം, സെക്കൻഡ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ ഡാറ്റയെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ. അതിൽ ഫസ്റ്റ് വൺ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. എന്താണ് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം? ഡിസ്കസ് ചെയ്യുക. ഇറ്റ് വാസ് an earliest method to manage the data. കുറെ കാലങ്ങൾക്ക് മുന്നേ ഡാറ്റയെ മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിരുന്നു എന്ത്? ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ. ഹിയർ ദി ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ ഡിഫറെന്റ് മാസ്റ്റർ ഫയൽ. ഈ ഒരു മെത്തേഡ് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്തിരുന്നത് ഡിഫറെന്റ് മാസ്റ്റർ ഫയലുകളായിരുന്നു. ഓക്കെ. സോ ഇറ്റ് ഹാസ് ദി ചാൻസ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് മാസ്റ്റർ ഫയലിൽ ആയതുപോലെ തന്നെ ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ ചാൻസ് കൂടുതലായിരുന്നു ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ. ഓക്കെ. സോ ആൻഡ് ഹാൻസ് ദി മിസ്മാച്ചിങ് ഓഫ് ഡാറ്റ. ഡ്യൂപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് സംഭവിക്കാം? മിസ്മാച്ചിങ് എന്ന ഒരു പ്രോബ്ലം സംഭവിക്കാം. ഓക്കെ. ഇതാണ് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. വൺസ് അഗെയിൻ, ഈ ഒരു മെത്തേഡ് മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മെത്തേഡായിരുന്നു. ഡാറ്റകൾ സ്റ്റോർ ചെയ്തിരുന്ന ഡിഫറെന്റ് മാസ്റ്റർ ഫയലുകളായിരുന്നു. ഓക്കെ. ഡിഫറെന്റ് മാസ്റ്റർ ഫയൽ സൂക്ഷിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിക്കുമായിരുന്നു? ഡാറ്റയുടെ ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ. ഡ്യൂപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കാം? ഡാറ്റ മിസ്മാച്ചിങ് എന്ന പ്രോബ്ലം സംഭവിക്കാം. ഓക്കെ. ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്കൂളിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള 3-4 ഫയൽസ്, മാസ്റ്റർ ഫയൽസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതായത് കുട്ടികളുടെ ഫീസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഫീ ഡീറ്റെയിൽസ് എന്ന ഫയൽ, കുട്ടികളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്നൊരു ഫയൽ, സ്റ്റുഡൻസിന്റെ കോഴ്സ് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ കോഴ്സ് ഡീറ്റെയിൽസ് എന്ന ഒരു ഫയൽ, സെപ്പറേറ്റ് മാസ്റ്റർ ഫയലുകളായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ഓരോ മാസ്റ്റർ ഫയലുകളും കുട്ടികളുടെ ഡീറ്റെയിൽസ് വീണ്ടും റിപ്പീറ്റേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. ഫീസിൽ, അതുപോലെ സ്റ്റുഡന്റ്, ദെൻ കോഴ്സ്, ഈ 3 ഫയലുകൾ കുട്ടികളുടെ ഡീറ്റെയിൽസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് സെപ്പറേറ്റ് മാസ്റ്റർ ഫയൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അരുൺ എന്നൊരു കുട്ടി സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഡീറ്റെയിൽ, സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്ന ഡാറ്റ ഈ ഒരു ഫയലിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അരുണിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ടായിരിക്കും. ഓക്കെ. ഇനി അരുൺ എന്ന കുട്ടി ഫീ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ടായിരിക്കും, ഫീസ് ഉണ്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അരുൺ എന്ന ഡാറ്റ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. ഇനി അരുൺ ഏത് കോഴ്സാണോ പഠിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് എവിടെ ഉണ്ടായിരിക്കും?
കോഴ്സ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അരുൺ എന്ന കുട്ടി ഇവിടെ എന്തുണ്ടായിരിക്കും, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അരുൺ എന്ന ഈ ഒരു കുട്ടി 3 ഫയലിലും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ഡിഫറെന്റ് മാസ്റ്റർ ഫയൽ ഉപയോഗിക്കുന്നത് കൊണ്ട്. ഓക്കെ, ഇതാണ് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡാറ്റ മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെക്കൻഡ് മെത്തേഡാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, in this method all the data is stored in a single unit as in the form of tables. അതായത് എല്ലാ ഡാറ്റകളും ഒരു സിംഗിൾ യൂണിറ്റിനകത്താണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഏത് ഫോർമാറ്റിൽ? ടാബിൾ ഫോർമാറ്റിൽ. ഓക്കെ, hence it reduces the duplication of data and reduces the mismatching of data. ഓക്കെ, എല്ലാ ഡാറ്റകളും ടാബിൾ രൂപത്തിൽ സിംഗിൾ യൂണിറ്റിലായതുകൊണ്ട് ഒരിക്കലും എന്തുണ്ടാവില്ല, ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റകൾ ഉണ്ടാവില്ല. എല്ലാം ഒരൊറ്റ യൂണിറ്റിനകത്തായതുകൊണ്ട് തീർച്ചയായിട്ടും ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഡ്യൂപ്ലിക്കേഷൻസ് ഇല്ലാത്തത് കൊണ്ട് എന്തുകൂടെ കുറയും, മിസ് മാച്ചിങ് ഓഫ് ഡാറ്റ എന്ന പ്രോബ്ലം റിഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി താഴെ നമുക്ക് ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡാറ്റാബേസ്. ഓക്കെ, സിംഗിൾ യൂണിറ്റ്. ഓക്കെ, ആ യൂണിറ്റിനകത്ത് സെപ്പറേറ്റ് ഫയലിന് പകരം ഇവിടെ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്, ടാബിൾസ് ആണ്. ഫീ ടാബിൾ, സ്റ്റുഡന്റ് ടാബിൾ, കോസ്റ്റ് ടാബിൾ. ഓക്കെ, ഈ ടാബിളുകൾ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. പരസ്പരം എന്തുണ്ടായിരിക്കും, റിലേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഡാറ്റ നമുക്ക് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു ടാബിൾ ഡാറ്റ മതി. ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, മറ്റു ടാബിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാണ്ട് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പരസ്പരം റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് ഏത് രൂപത്തിലാണ്, ടാബിൾ രൂപത്തിലാണ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് അഡ്വാൻറ്റേജസ് ഓഫ് GBMS. GBMSന്റെ അഡ്വാൻറ്റേജസ്. നമ്മൾ 2 ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റം പഠിച്ചു. ഒന്ന് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം, ഒന്ന് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് ഫയൽ മാനേജ്മെന്റ് മോഡിലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് റെഡ്യൂസ് ഡാറ്റ റിഡൻഡൻസി. സെക്കൻഡ് പോയിന്റ് റെഡ്യൂസ് ഡാറ്റ ഇൻകൺസിസ്റ്റൻസി. നെക്സ്റ്റ് വൺ എഫിഷ്യന്റ് ഡാറ്റ ആക്സസിംഗ്. നെക്സ്റ്റ് വൺ ഡാറ്റ ഇന്റഗ്രിറ്റി. നെക്സ്റ്റ് വൺ data security. Next one sharing of data, and next one enforcement of a standard, and last one crash recovery. Okay, ഇത്രയും അഡ്വാൻറ്റേജസ് DBMSന് എന്തിന്റെ മുകളിലുണ്ട്, ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന് മുകളിലുണ്ട്. ഓക്കെ, ഇനി 1 by 1 ആയി ഓരോ പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് റെഡ്യൂസ് ഡാറ്റ റിഡൻഡൻസി ആണ്. ഓക്കെ, ഇവിടെ റിഡൻഡൻസി എന്ന ടേം ഉണ്ട്. എന്താണ് റിഡൻഡൻസി? ദി റിഡൻഡൻസി മീൻസ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിഡൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റയുടെ ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഇനി എന്താണ് ഈ റെഡ്യൂസ് ഡാറ്റ റിഡൻഡൻസി നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇൻ DBMS all the data kept at one place as a centralized manner. അതായത് DBMSൽ എല്ലാ ഡാറ്റയും കീപ്പ് ചെയ്യുന്നത് ഒരൊറ്റ പ്ലേസിലാണ്. ഏത് മാനറിൽ? സെൻട്രലൈസ്ഡ് മാനറിൽ. ഓക്കെ, വൺസ് അഗെയിൻ DBMSൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എല്ലാം സിംഗിൾ യൂണിറ്റിനകത്താണ്, അതായത് സെൻട്രലൈസ്ഡ് മാനറിലാണ്. ഓക്കെ, സോ ഇറ്റ് റെഡ്യൂസ് ദി ചാൻസ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ. അതുകൊണ്ട് ഇത് ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ എന്നത് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, all the operations are made as centrally management. എല്ലാ ഓപ്പറേഷനും സെൻട്രലി മാനേജ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാ ഡാറ്റകളും ഒറ്റ യൂണിറ്റിനകത്താണ്. അങ്ങനെ ഒറ്റ യൂണിറ്റിനകത്തായതുകൊണ്ട് എന്തുണ്ടാവില്ല, ഡാറ്റ വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ ഉണ്ടാകില്ല. ഓക്കെ, അതാണ് റെഡ്യൂസ് ഡാറ്റ റിഡൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൺസ് അഗെയിൻ DBMSൽ എല്ലാ ഡാറ്റകളും സൂക്ഷിക്കുന്നത് ഒരു സിംഗിൾ യൂണിറ്റിനകത്താണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ വീണ്ടും വീണ്ടും ഡാറ്റ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ, അതാണ് റെഡ്യൂസ് ഡാറ്റ റിഡൻഡൻസിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്
റെഡ്യൂസ് ഡാറ്റ ഇൻകൺസിസ്റ്റൻസിയാണ്. ഇൻകൺസിസ്റ്റൻസി മീൻസ് മിസ്മാച്ചിങ് ഓഫ് ഡാറ്റ. ഡാറ്റയുടെ മിസ്മാച്ചിങ്, സാമ്യതയില്ലായ്മ എന്നതാണ് ഇൻകൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൺസ് അഗെയിൻ, ഇൻകൺസിസ്റ്റൻസി മീൻസ് മിസ്മാച്ചിങ് ഓഫ് ഡാറ്റ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ മിസ്മാച്ചിങ് വരുന്നത് നോക്കാം. മുള്ള പോയിന്റ് നമ്മൾ പറഞ്ഞു, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, ഡ്യൂ ടു റെഡ്യൂസ് ദി ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ, ഇറ്റ് ആൾസോ ട്രൈ ടു റെഡ്യൂസ് ദി മിസ്മാച്ചിങ് ഓർ ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലം. അതായത് മുകളിൽ പറഞ്ഞ പോയിന്റിൽ ഡ്യൂപ്ലിക്കേഷൻ റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് എന്തുണ്ടാവില്ല? മിസ്മാച്ചിങ് എന്ന പ്രോബ്ലം ഉണ്ടാവില്ല. ഓക്കെ, ഡ്യൂപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ഇൻകൺസിസ്റ്റൻസി എന്ന പ്രോബ്ലം ഉണ്ടാവുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ DBMS ഡ്യൂപ്ലിക്കേഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തുണ്ടാവില്ല? ഇൻകൺസിസ്റ്റൻസി എന്ന പ്രോബ്ലം ഉണ്ടാവില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ അരുൺ എന്ന സ്റ്റുഡന്റ് 3 ഫയലിലും വേണം. മുകളിൽ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം, അതായത് ഫീ എന്ന ഫയലിൽ വേണം, കോഴ്സ് ഡീറ്റെയിൽസ് എന്ന ഫയലിൽ വേണം, ആൻഡ് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്ന ഫയലിൽ അരുൺ എന്ന സ്റ്റുഡന്റിന്റെ നെയിംസ് വേണം. എല്ലാത്തിനും സെപ്പറേറ്റ് പേരുകൾ വേണം, അരുൺ എന്ന പേര്. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു ഫയലിലെടുത്ത് നമ്മൾ അരുണിനെ മാറ്റി, അരുണിന്റെ ഇനീഷ്യൽ നമ്മൾ ചേഞ്ച് ചെയ്തു. ഓക്കെ, ആ ചേഞ്ച് ഓട്ടോമാറ്റിക്കായിട്ട് അഫക്ട് ചെയ്യില്ല, മറ്റു 2 ഫയലിൽ അഫക്ട് ചെയ്യില്ല. വൺസ് അഗെയിൻ, ഈ 3 ഫയലിലും അരുണിന്റെ നെയിം ഉണ്ടായിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു ഫയലെടുത്ത് നമ്മൾ അരുണിന്റെ ഇനീഷ്യൽ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഏത് ഫയൽ എടുത്തിട്ടാണോ നമ്മൾ മാറ്റിയത് ആ ഫയൽ മാത്രമേ അത് എഫക്ട് ചെയ്യുള്ളൂ, മറ്റു 2 ഫയലിലും എഫക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് സംഭവിക്കും മിസ്മാച്ചിങ് വരും. അതായത് ആക്ച്വലി അരുണാണ് ഒന്നിൽ കാണുന്ന ഇനീഷ്യൽ ഒന്ന്, മറ്റു 2 കാണുന്ന മറ്റു 2 ഇനീഷ്യൽ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കുന്നുണ്ട്? ആക്ച്വലി അരുൺ ഒരാളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 3 ഫയലിലും ഡിഫറെന്റ് ആയിട്ട് അരുണിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? മിസ്മാച്ചിങ് ഓഫ് ഡാറ്റ, ഡാറ്റയുടെ മിസ്മാച്ചിങ്. കാരണം 3 ഫയലിലും 3 ഡാറ്റ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് മിസ്മാച്ചിങ് സംഭവിക്കുന്നത്. ഓക്കെ, DBMS എന്തില്ല? റിപ്പീറ്റേഷൻ ഇല്ല. അതുകൊണ്ട് എന്തുണ്ടാവില്ല? മിസ്മാച്ചിങ് അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസി എന്ന പ്രോബ്ലം ഉണ്ടാവില്ല. ഓക്കെ, അതാണ് റെഡ്യൂസ് ഡാറ്റ ഇൻകൺസിസ്റ്റൻസി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എഫിഷ്യന്റ് ഡാറ്റ ആക്സസിംഗ് ആണ്. ഓക്കെ, DBMS provides variety of technique to store and retrieve data efficiently. DBMS ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെറൈറ്റി ഓഫ് ടെക്നോളജി നമുക്ക് തരുന്നുണ്ട്, ടെക്നിക്സ് നമുക്ക് തരുന്നുണ്ട്. എന്തിനു വേണ്ടി? ഡാറ്റ സ്റ്റോർ ചെയ്യാനും ആവശ്യമുള്ള ഡാറ്റയെ തിരിച്ചെടുക്കാനും. ഓക്കെ, അതാണ് എഫിഷ്യന്റ് ഡാറ്റ ആക്സസിംഗ് പറഞ്ഞത്. നെക്സ്റ്റ് പോയിന്റ് ഡാറ്റ ഇന്റഗ്രിറ്റി ആണ്. എന്താണ് ഡാറ്റ ഇന്റഗ്രിറ്റി നോക്കാം. ഇറ്റ് എൻഷുർ ദി കംപ്ലീറ്റ്നെസ്, അക്യുറസി ആൻഡ് കോൺസിസ്റ്റൻസി ഓഫ് ഡാറ്റ ഇൻ ദി ഡാറ്റാബേസ്. ഡാറ്റാബേസിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നില്ലേ, അത് നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. എൻട്രി ചെയ്യപ്പെടുന്ന ഡാറ്റ ശരിയാണോ തെറ്റാണെന്ന് ഉറപ്പുവരുത്തണം. അക്യുറസി, കൃത്യത നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, DBMS നമുക്ക് അത്തരത്തിലുള്ള കുറെ വാലിഡേഷൻ റൂൾസ് തരുന്നുണ്ട്. അതായത് ഡാറ്റാബേസിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുന്നേ ഡാറ്റ ശരിയാണോ തെറ്റാണോ, ക്ലിയർ ആണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡാറ്റാബേസിലേക്ക് ഡാറ്റ ആഡ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അങ്ങനെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തരുന്നുണ്ട് DBMS. ഓക്കെ, അതിനെ പറയുന്നതാണ് ഡാറ്റ ഇന്റഗ്രിറ്റി. ഓക്കെ, വൺസ് അഗെയിൻ, ഡാറ്റ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസിലേക്ക് ഡാറ്റ ആഡ് ചെയ്യുന്നതിന് മുന്നേ ഡാറ്റ ശരിയാണോ തെറ്റാണോ ഉറപ്പുവരുത്തുന്ന റൂൾസ് ആൻഡ് റെഗുലേഷനെ പറയുന്ന പേരാണ് ഡാറ്റ ഇന്റഗ്രിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ എറർ ചെക്കിംഗ് ആൻഡ് വാലിഡേഷൻ റൂൾസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഡാറ്റ സെക്യൂരിറ്റി ആണ്. എന്താണ് ഡാറ്റ സെക്യൂരിറ്റി നോക്കാം. ഡാറ്റ സെക്യൂരിറ്റി റെഫേഴ്സ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ഡാറ്റ അഗെയിൻസ്റ്റ് ആക്സിഡന്റൽ ഓർ അൺഓതറൈസ്ഡ് ആക്സസിംഗ് ഓഫ് ഡാറ്റ ബൈ ആൻ അൺഓതറൈസ്ഡ് പേഴ്സൺ. നമ്മളറിയാതെ നമ്മൾ ഡാറ്റ മറ്റൊരാൾ ആക്സസ് ചെയ്യും. പിന്നെ നമുക്കറിയാം അൺഓതറൈസ്ഡ് ആക്സസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കമ്പനിയെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ഡാറ്റാ ബേസ് വളരെയധികം ക്രൂഷ്യലാണ്. ഐ മീൻ ഹൈ സെക്യൂരിറ്റി വേണം. ഓക്കെ, അവരറിയാണ്ട് മറ്റൊരാൾ അതിന്റെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊട്ടക്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യണം. DBMS പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊട്ടക്ഷൻ ആര് തരുന്നുണ്ട്? DBMS
തരുന്നുണ്ട്. ഓക്കെ, DBMS പ്രൊവൈഡ്സ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡാറ്റ പ്രൊട്ടക്ഷൻ ഇൻ ദി ഫോം ഓഫ് പാസ്വേഡ് എന്ന രീതിയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊട്ടക്ഷൻ ആയിട്ട് വരുന്നുണ്ട് DBMS തരുന്നുണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞത് ഡാറ്റ സെക്യൂരിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഷെയറിംഗ് ഡാറ്റ. The data stored in database can be shared among the several users or programs at the same time. ഒരേ സമയം ഒന്നിലധികം ഓപ്പറേഷനിലേക്കോ അല്ലെങ്കിൽ ഒന്നിലധികം പ്രോഗ്രാമിലേക്കോ ഒന്നിലധികം യൂസേഴ്സിനോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ഷെയർ ചെയ്തിട്ട് സിമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ഡാറ്റ ഷെയറിംഗ് എന്ന് പറയുന്നത്, ഷെയറിംഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, വൺസ് അഗെയിൻ ഒരേ ടൈമിൽ ഒന്നിലധികം യൂസേഴ്സിന് ഡാറ്റ ഷെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഏതിനകത്തുള്ള ഡാറ്റ, DBMSലെ ഡാറ്റ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്. അതായത് നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏത് ഡാറ്റാബേസ് എടുത്ത് കഴിഞ്ഞാലും അതിനൊരു പ്രത്യേക സ്ട്രക്ചർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ സ്ട്രക്ചറാണ് പറഞ്ഞത് സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ എല്ലാ ഡാറ്റാബേസും ഒരേ സ്റ്റാൻഡേർഡാണ് കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഡാറ്റാബേസുകൾ പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്നത്. എല്ലാ ഡാറ്റാബേസുകളും ഒരേ സ്റ്റാൻഡേർഡ്, ഒരേ സ്ട്രക്ചർ, ഒരേ ടെർമിനോളജീസ്, ഒരേ ഡോക്യുമെന്റേഷൻ മെത്തേഡാണ് കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിപ്പാർട്ട്മെന്റ് ഡാറ്റാബേസ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഡാറ്റാബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തത് ക്രാഷ് റിക്കവറിയാണ്. DBMS provides some mechanism to recover data from crashes. എന്തെങ്കിലും കാരണവശാൽ ഡാറ്റ മിസ്സാവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് ഡാറ്റ മിസ്സാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ മിസ്സായ ഡാറ്റ നമുക്ക് തിരിച്ചെടുക്കാനുള്ള മെക്കാനിസം അത് തരുന്നുണ്ട് DBMS തരുന്നുണ്ട്. ഓക്കെ, ക്രാഷ് റിക്കവറി. DBMS provides some mechanism to recover data from the crashes. കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഡിവൈസ് ആണല്ലോ, തീർച്ചയായിട്ടും അതിന്റെ ഡാറ്റ എത്ര കാലം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ഉറപ്പ് വരാൻ വയ്യ. ഓക്കെ, അപ്പൊ ഇൻ കേസ് ഡാറ്റ മിസ്സാവുകയാണെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാനുള്ള മെക്കാനിസംസ് അത് തരുന്നുണ്ട് DBMS തരുന്നുണ്ട്. ഓക്കെ, ബാക്കപ്പ് മെക്കാനിസം ആയിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡാറ്റ റിക്കവർ ചെയ്യാനുള്ള മെക്കാനിസം ആയി തരുന്നുണ്ട് DBMS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് DBMS. വെരി ഇമ്പോർട്ടൻറ്റ്, കോമണായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് കോമ്പണൻസ് ഓഫ് DBMS. DBMSന്റെ മെയിൻ കോമ്പണൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഹാർഡ്വെയർ, സെക്കൻഡ് വൺ സോഫ്റ്റ്വെയർ, തേർഡ് വൺ ഡാറ്റ, ഫോർത്ത് വൺ യൂസേഴ്സ് ആൻഡ് ലാസ്റ്റ് വൺ പ്രൊസീജിയേഴ്സ്. ഇത്രയാണ് ഒരു DBMSന്റെ മെയിൻ കോമ്പണൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്, കോമൺ ആയിട്ട് എക്സാംസിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ നോട്ട് ചെയ്യുക. വൺസ് അഗെയിൻ DBMS കോമ്പണൻസ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, യൂസേഴ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, ഇമേജ് തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഹാർഡ്വെയർ ആണ്. എന്താണ് ഹാർഡ്വെയർ? ഓക്കെ, ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം ഫാമിലിയർ ആണ്. ഓക്കെ, ഇവിടെ എന്താണ് ഹാർഡ്വെയർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തോക്കാം. ഇറ്റ് ഈസ് എൻ ആക്ച്വൽ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇത് ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. നമുക്കറിയാം കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എന്തായിരിക്കും, ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും, ഒരു സ്റ്റോറേജ് ഡിവൈസ് ഉണ്ടായിരിക്കും, നെറ്റ്വർക്ക് ഡിവൈസ് ഉണ്ടായിരിക്കും, പിന്നെ ഡാറ്റയെ സ്റ്റോർ ചെയ്യാനും ആവശ്യമുള്ള സമയത്ത് ഡാറ്റ റിട്രൈവ് ചെയ്യാനും പറ്റുന്ന ടൈപ്പിലുള്ള ഡിവൈസുകൾ നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിവൈസുകൾ നമുക്ക് എന്ത് വരുന്നത് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡാറ്റാബേസിന് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, ഹാർഡ് ഡിസ്ക് വേണം. അപ്പൊ ഹാർഡ് ഡിസ്ക് എന്താണ്, ഒരു ഹാർഡ്വെയർ ആണ്. ഈ ഹാർഡ് ഡിസ്കിന്റെ വർക്ക് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, പേഴ്സണൽ കമ്പ്യൂട്ടർ വേണം. പേഴ്സണൽ കമ്പ്യൂട്ടർ എന്താണ്, ഒരു ഹാർഡ്വെയർ ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. എന്താണ്, ഡാറ്റയെ സ്റ്റോർ ചെയ്യാനും ആവശ്യമുള്ള സമയത്തിന് ഡാറ്റയെ റീട്രൈവ് ചെയ്യാനും ഉതകുന്ന തരത്തിലുള്ള ഡിവൈസുകളും അതുപോലെ നെറ്റ്വർക്ക് ഡിവൈസുകളും ഒക്കെ ഇതിനകത്ത് വരുന്നതാണ് ഹാർഡ്വെയർ എന്ന എലമെന്റ് കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. ഓക്കെ, അടുത്ത പോയിന്റ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, സോഫ്റ്റ്വെയർ നമുക്കറിയാം സം ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദി DBMS ഈസ് എ സോഫ്റ്റ്വെയർ that interact with the users, application, program and database. Actually DBMS എന്ന് പറയുന്നത് എന്താണ്,
സോഫ്റ്റ്വെയർ ആണ്. അത് ഇന്ററാക്ട് ചെയ്യും. ആരെ ഇന്ററാക്ട് ചെയ്യുന്നത്? യൂസേഴ്സിനെയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെയും ഡാറ്റാബേസിനെയും ഇന്ററാക്ട് ചെയ്യും. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് DBMS, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡാറ്റാബേസിൽ ഡാറ്റ ഉണ്ടായിരിക്കും. ആ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം? ഇൻഫോർമേഷൻ ആയിട്ട് അവൈലബിൾ ആവണം. അങ്ങനെ അവൈലബിൾ ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം? സോഫ്റ്റ്വെയർസ് വേണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് DBMS ഈസ് വർക്ക്ഡ് ആസ് എ ബ്രിഡ്ജ്. DBMS എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഒരു ബ്രിഡ്ജ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആർക്കിടയിൽ? ഇൻ ബിറ്റ്വീൻ യൂസർ ആൻഡ് ദി ഡാറ്റാബേസ്. യൂസറിനും ഡാറ്റാബേസിനും ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? DBMS വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഡാറ്റാബേസ് ആൻഡ് യൂസേഴ്സ്. ഓക്കെ, അതിനിടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട് ആര് വർക്ക് ചെയ്യുന്നത്? ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഡാറ്റാബേസ് ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് ആർക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല? യൂസേഴ്സിന് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഏത് വഴി എടുക്കാൻ പറ്റൂ? ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം വഴിയെ നമുക്ക് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? യൂസർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, മാത്രമല്ല അതിന് കൂടെ എന്തുണ്ടായിരിക്കും? ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എന്ന എലമെന്റിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ഡാറ്റയാണ്. This is the most important component of DBMS. DBMSന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ് എന്ത്? ഡാറ്റ. ഓക്കെ, ഡാറ്റ ഇല്ലെങ്കിൽ എന്തില്ല? ഡാറ്റാബേസ് ഇല്ല. ഡാറ്റാബേസ് ഇല്ലെങ്കിൽ എന്തില്ല? DBMS ഇല്ല. അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോമ്പണന്റ് ആണ് എന്ത്? ഡാറ്റ. ഇനി ദി ഡാറ്റാബേസ് കണ്ടെയ്ൻസ്. ഇനി ഡാറ്റാബേസ് എന്തൊക്കെയുണ്ട്? ഓപ്പറേഷൻ ഡാറ്റ ഉണ്ടായിരിക്കും, മെറ്റാ ഡാറ്റ ഉണ്ടായിരിക്കും. ഓക്കെ, ഓപ്പറേഷൻ ഡാറ്റ പറഞ്ഞാൽ ഡാറ്റാബേസ് ഡാറ്റ എങ്ങനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പാടുണ്ട്, എങ്ങനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്ന കുറെ ഡാറ്റകൾ ഉണ്ടായിരിക്കും. അതാണ് ഓപ്പറേഷൻ ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി മെറ്റാ ഡാറ്റ. മെറ്റാ ഡാറ്റ പറഞ്ഞാൽ ഡാറ്റ അബൌട്ട് ഡാറ്റ, ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റ ഇമ്പോർട്ടന്റ് ആണ്. മെറ്റാ ഡാറ്റ മീൻസ് ഡാറ്റ അബൌട്ട് ഡാറ്റ. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ അഡ്രസ് എന്നതൊരു ഡാറ്റയാണ്. ഓക്കെ, ഈ അഡ്രസ് എന്ന ഡാറ്റയെ ഇൻഫോർമേറ്റീവ് ആക്കുന്നത് അഡീഷണൽ ആയിട്ട് കുറച്ച് ഡാറ്റകളാണ്. ഏതൊക്കെയാണ്? അയാളുടെ നെയിം, അയാളുടെ ഹൗസ് നെയിം, അയാളുടെ പ്ലേസ്, അയാളുടെ സിറ്റി. ഇതൊക്കെ എന്താണ്? അഡീഷണൽ ഡാറ്റയാണ്. എന്തിനെ ഇൻഫോർമേറ്റീവ് ആക്കാൻ? ആ ആളുടെ അഡ്രസ്സിനെ ഇൻഫോർമേറ്റീവ് ആക്കാൻ വേണ്ടി അഡീഷണൽ ഡാറ്റ. ഓക്കെ, അങ്ങനെ ഒരു ഡാറ്റയെ സംബന്ധിച്ച് ഉണ്ടാകുന്ന അഡീഷണൽ ഡാറ്റയെ നമുക്ക് തരുന്നത് മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മെറ്റാ ഡാറ്റ. ഓക്കെ, നെക്സ്റ്റ്, ഫോർ എഫക്റ്റീവ് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ഓഫ് ഇൻഫോർമേഷൻ ദി ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് ഫീൽഡ്, റെക്കോർഡ്, ഫയൽ. ഓക്കെ, അതായത് ഡാറ്റാബേസിൽ ഡാറ്റ ഉണ്ടായിരിക്കും. ഈ ഡാറ്റ ഇൻഫോർമേഷൻ ആയിട്ട് നമുക്ക് റീട്രൈവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യും വേണം. ആവശ്യത്തിനനുസരിച്ച് ഇൻഫോർമേഷൻ അതിന് റീട്രൈവ് വേണം. അതിനുവേണ്ടി ഡാറ്റയെ ഡാറ്റാബേസിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ 3 എലമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയത്? ഫീൽഡ്, റെക്കോർഡ്, ഫയൽസ്. ഓക്കെ, വൺസ് അഗെയിൻ, ഡാറ്റാബേസിൽ ഡാറ്റ എഫക്റ്റീവായി സ്റ്റോർ ചെയ്യണം. ആവശ്യത്തിനനുസരിച്ച് ഇൻഫോർമേഷൻ നമുക്ക് റീട്രൈവ് ചെയ്യണം. ഓക്കെ, അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യും വേണം. ഇൻഫോർമേഷൻ റിട്രൈവ് ചെയ്യണമെങ്കിൽ ഡാറ്റയെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഡാറ്റാബേസിനകത്ത് ഓർഗനൈസ് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. ഓക്കെ, അങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി 3 എലമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഫീൽഡ്, റെക്കോർഡ്, ഫയൽ. ഓക്കെ, ഇനി 1 by 1 ആയിട്ട് ഏതാന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഫീൽഡാണ്. എന്താണ് ഫീൽഡ്? ഇറ്റ് ഈസ് ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്റ്റോർ ഡാറ്റ. സ്റ്റോർ ചെയ്യപ്പെട്ട ഡാറ്റയിലെ ഏറ്റവും ചെറിയ യൂണിറ്റിനെ പറയുന്ന പേരാണ് ഫീൽഡ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു കുട്ടിയുടെ ബയോഡാറ്റ എടുത്തു കഴിഞ്ഞാൽ അത് കുറെ ധാരാളം ഫീൽഡുകൾ കാണാം. നെയിം ഫീൽഡ്, ഏജ് ഫീൽഡ്, മാർക്ക് ഫീൽഡ്. ഓക്കെ, ഇതിനൊക്കെ പറയുന്ന പേരെന്താണ്? ഫീൽഡ് എന്ന്. ഓക്കെ, അപ്പൊ ഫീൽഡ് എന്താണെന്ന് ഇത്രയും മനസ്സിലാക്കുക. ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്റ്റോർ ഡാറ്റ. സ്റ്റോർ ചെയ്യപ്പെടുന്ന
ഡാറ്റയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ്, ദാറ്റ് ഇസ് കാൾഡ് ഫീൽഡ് എന്ന് പറയും. ഓക്കെ, അടുത്തത് റെക്കോർഡാണ്. ഇറ്റ് ഈസ് കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫീൽഡ്സ്. എന്താ റെക്കോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഫീൽഡുകളുടെ കളക്ഷൻ, ദാറ്റ് ഇസ് കാൾഡ് റെക്കോർഡ്. വൺസ് അഗെയിൻ, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഫീൽഡുകളുടെ കളക്ഷൻ നമുക്ക് തരുന്ന റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇൻഡിക്കേറ്റ് എ പെർട്ടിക്കുലർ ഐറ്റം ഓർ പേഴ്സൺ. ഓക്കെ, ഒരു റെക്കോർഡ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിനെയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സണെയോ ആണ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റെക്കോർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫയൽ ആണ്. എന്താണ് ഫയൽ? എ ഫയൽ ഈസ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് റെക്കോർഡ്. ഒരേ ടൈപ്പ് റെക്കോർഡിന്റെ കളക്ഷൻ, ദാറ്റ് ഇസ് കാൾഡ് ഫയൽ. വൺസ് അഗെയിൻ, ഒരേ ടൈപ്പ് റെക്കോർഡുകളുടെ കളക്ഷൻ നമുക്ക് വരുന്ന ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫീൽഡ് റെക്കോർഡ് ഫയൽ നമുക്കൊരു ഇമേജ് രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, ധാരാളം സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. എല്ലാ സ്റ്റുഡൻസും എന്തുണ്ടായിരിക്കും? റെക്കോർഡുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതിന് ആ ക്ലാസ്സിലെ റെക്കോർഡുകൾ കൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് സ്റ്റുഡന്റ് 1. ഓക്കെ, ഈ സ്റ്റുഡന്റ് 1 എന്ന ഈ റെക്കോർഡിനകത്ത് ആ സ്റ്റുഡന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നെയിം, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അതിന് പറയുന്ന പേരാണ് ഫീൽഡ്സ്. ഓക്കെ, അയാളുടെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യാൻ നെയിം എന്ന ഫീൽഡ് യൂസ് ചെയ്യുന്നു, അയാളുടെ ഏജിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഏജ് എന്ന ഫീൽഡ് യൂസ് ചെയ്യുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഫീൽഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റവും ചെറിയ യൂണിറ്റിനെ പറയുന്ന പേരാണ് ഫീൽഡ്. ഓക്കെ, ഇപ്പൊ സ്റ്റുഡന്റ് 1. ഓക്കെ, സ്റ്റുഡന്റ് 1ന്റെ റെക്കോർഡാണ് ഇത്രയും കാര്യങ്ങളാണ് റെക്കോർഡ്. ഓക്കെ, അപ്പോ ഫീൽഡുകളായി. ഓക്കെ, ഈ ഫീൽഡുകളുടെ കളക്ഷൻ നമുക്ക് വരുന്നത് റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റുഡന്റിനെ മൊത്തം ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഒരു റെക്കോർഡ് യൂസ് ചെയ്യാം. സ്റ്റുഡന്റ് 1ന്റെ റെക്കോർഡ് എന്ന് പറയാം. ഓക്കെ, അതേപോലെ ക്ലാസ്സിലെ അടുത്ത കുട്ടി ഉണ്ടായിരിക്കും, നെക്സ്റ്റ് സ്റ്റുഡന്റ് ഉണ്ടായിരിക്കും, സ്റ്റുഡന്റ് 2. സ്റ്റുഡന്റ് 2നും എന്തുണ്ടായിരിക്കും? ഫീൽഡ് ഉണ്ടായിരിക്കും, നെയിം ഫീൽഡ്, ഏജ് ഫീൽഡ്, ഡേറ്റ് ഓഫ് ബർത്ത് ഫീൽഡ്. ഓക്കെ, സെയിം ആസ് തേർഡ് സ്റ്റുഡന്റ്. അതിനെന്തുണ്ടായിരിക്കും? നെയിം ഫീൽഡ്, ഏജ് ഫീൽഡ്, ഡേറ്റ് ഓഫ് ബർത്ത് ഫീൽഡ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ വരുന്നതാണ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ക്ലാസ്സിൽ 3 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, ഓരോ സ്റ്റുഡൻസിന് നമ്മൾ വരുന്നത് ഓരോ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റെക്കോർഡിന്റെ കളക്ഷൻ നമുക്ക് പറയാൻ പറ്റും ഫയൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ സ്പെസിഫൈഡ് ക്ലാസിന്റെ ഫയൽ. ഓക്കെ, അപ്പൊ സ്റ്റുഡന്റ് 1, സ്റ്റുഡന്റ് 2, സ്റ്റുഡന്റ് 3 ഇത് 3 പേരും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, ആ ക്ലാസിന്റെ ഫയൽ ആണെന്ത്? ടോട്ടൽ ഈ ഫയൽ പറയുന്നത്. ഓക്കെ, നമുക്ക് പറയാൻ പറ്റും കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് റെക്കോർഡ്. അത് നമുക്ക് വരുന്നത് ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഡാറ്റയെ ഡാറ്റാബേസിനകത്ത് ഓർഗനൈസ് ചെയ്യുന്ന മെത്തേഡ്സ്: ഫീൽഡ്, റെക്കോർഡ്സ് ആൻഡ് ഫയൽസ്. ഓക്കെ, ഓക്കെ, കോമ്പണൻസ് ഓഫ് DBMS. ഇതിന്റെ നെക്സ്റ്റ് കോമ്പണന്റ് ആണ് യൂസേഴ്സ്. എന്താണ് യൂസേഴ്സ് നോക്കാം. There are number of users who can access data on demand. ഡാറ്റ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. ഓക്കെ, ദി യൂസേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു DBA, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. നെക്സ്റ്റ് വൺ ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ. നെക്സ്റ്റ് വൺ സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് യൂസേഴ്സ് ഉള്ളത്. ഓക്കെ, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്ര മനസ്സിലാക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ആരൊക്കെയാണോ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് യൂസേഴ്സിനെ നമുക്ക് ഇത്രയും ക്ലാസിഫൈ ചെയ്യാം: DBA, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പ്രൊസീജിയർ ആണ്. ഓക്കെ, എന്താണ് പ്രൊസീജിയർ? These are some instructions and rules that govern the design and use of database. ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്നതിന് അതുപോലെ അതിനെ ഗവേൺ ചെയ്യാനും ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റൂൾസ് ആണെന്ത്? പ്രൊസീജിയേഴ്സ്. പ്രൊസീജിയേഴ്സ് ആർ സം റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഗവേൺ ആൻഡ് ഡിസൈൻ ദി യൂസ് ഓഫ് ഡാറ്റാബേസ്. ഡാറ്റാബേസിനെ നിയന്ത്രിക്കുന്നതിനും ഡാറ്റാബേസിനെ ഡിസൈൻ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് പറയുന്ന പേരാണ് പ്രൊസീജിയേഴ്സ്. എക്സാമ്പിൾ: ലോഗിൻ ഇൻ ടു ഡാറ്റാബേസിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യണം.
അപ്പോൾ ഒരു പ്രൊസീജിയറാണ്. ദെൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ദി DBMS. DBMS നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, യൂസേജ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പം അത് മറ്റൊരു പ്രൊസീജിയറാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് മേക്ക് ബാക്കപ്പ് കോപ്പീസ്. ഡാറ്റാബേസ് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം, ബാക്കപ്പ് എടുക്കേണ്ടി വരും. ഓക്കെ, അതും ഒരു ടൈപ്പ് പ്രൊസീജിയറാണ്. ഓക്കെ, ഇതാണ് പ്രൊസീജിയറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, it's an important area. Once again, components of DBMS: hardware, software, data, uses and procedures. Okay, thank you for watching this video.